എത്രയായി? 10.50. ചേച്ചി 10 തന്നാ മതി. ലക്ഷങ്ങൾ കിട്ടുമെന്നല്ലേ ബാബു പറഞ്ഞത്? അതെ, കുറഞ്ഞത് ഒരു 13-15 ലക്ഷമെങ്കിലും നമുക്ക് കിട്ടും. ഒപ്പം പങ്കുവെച്ചാലും ഓരോരുത്തർക്കും 2 ലക്ഷം രൂപയെങ്കിലും മേലെ കാണും. അപ്പൊ ഞാനൊരു പണി ചെയ്യും, സുധയുടെ ബൂത്ത് അങ്ങോട്ട് AC ആക്കും. പിന്നെ കാന്റീൻ കൊണ്ട് മാറ്റും. അതെന്ത് ബോറ്. ഒരു മാരുതി സാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. വന്നടാ, ചെന്നിനേക്കാൾ പോടസ്കോട്ടല്ലടാ. സംശയമുണ്ടോ? അത് ഞാൻ അവക്ക് വാങ്ങിച്ചു കൊടുത്തോളാം. പിന്നെ അതിനു വേണ്ടി ആരും മെനക്കിടണമെന്നില്ല. പിന്നെ STD ബൂത്ത് അത് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റാൻ പോവാ. അത് നല്ല ഐഡിയ. നാട്ടുകാർക്കൊക്കെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കുകയും ചെയ്യാം. ബെസ്റ്റ് ഐഡിയ. ബൂത്ത് നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. കല്യാണം കഴിഞ്ഞ അവൾ എന്റെ വീട്ടിലേക്കാണല്ലോ വരുന്നത്. പിന്നെ അവൾക്ക് ബൂത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കാണാം ആരാ കല്യാണം കഴിക്കുന്നത്. ആ 10 രൂപ നോട്ട് പ്രത്യേകം മാറ്റി വെക്കാൻ ബാബുവിനോട് പറയാൻ ഞാൻ മറന്നുപോയി. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ദൈവം ആർക്കെങ്കിലും എടുത്ത് കൊടുക്കൂ. ഏയ്, അങ്ങനെയുള്ള മണ്ടത്തോടൊന്നും ബാബുണ്ണ കാണിക്കും. ഇനി അബദ്ധത്തിനെങ്ങാനും ആർക്കെങ്കിലും എടുത്ത് കൊടുത്താലോ? ഈ വണ്ടി എല്ലാം കൂടി കേറ്. എന്താ വണ്ടി എടുത്തേ? ആ നോട്ട് മിസ്സായി പോയി സാർ. എന്ത്? അല്ല, വണ്ടി പെട്ടെന്ന് കേടായി. ഇനി അങ്ങോട്ട് പോവില്ല സാർ. നാശം, വണ്ടി കേടാകേണ്ട ഒരു സമയം. ദൈവമേ, ഇനി എവിടെ പോയി ആ ചേച്ചിയെ തപ്പും? തിയേറ്ററിലേക്ക് പോട്ടെ. അയ്യോ സാർ, പടം കാണാനാ? അല്ല, പട്ടം പറപ്പിക്കാൻ. ആ വണ്ടി എടുക്കണോ? അതുകൊണ്ടല്ല സാർ, സിറ്റിയിലെ ഒരു തിയേറ്ററിൽ ഒന്നും ഷോ ഇല്ല. തിയേറ്ററിലെ ഒരു സ്റ്റാഫിനെ ആരോ അടിച്ചു. അവര് സമരത്തില. ആ കൈ ഫ്രീ ആണോ? എന്താ? ഒന്ന് തന്നെ ഒരു യാത്ര ഒഴിവാക്കി. അതാ. ഓക്കെ സാർ. നിർത്തൂടാ. ബാബുവിനെ കണ്ടോ? ഇയാള് കണ്ടോ? നമ്മുടെ ബാബുവിനെ കണ്ടോ? ആരും കണ്ടില്ല. വാ, പോട്ടെ 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 പോട്ടെ. അടുത്ത കാലിലേക്ക് പോട്ടെ. ബാബുനെ കണ്ട? ഇല്ലേ? ഞാൻ നീ വണ്ടിയുടെ പുറകെ വെക്കോ. പച്ച സാരി കൊടുത്തൊരു ചേച്ചി ഇതുവഴി പോകുന്നുണ്ടോ? സാരി നോക്കണം എന്റെ പണി. താൻ പോടും. ഒരു അബദ്ധം പറ്റി. ഞാൻ ബാലൻസ് എന്ന 10ന്റെ നോട്ടിങ് എന്ന് ഞാൻ 10ന്റെ വേറെ നോട്ട് തരാം. അതെന്താ? അത് കള്ളനോട്ടാണോ? അയ്യോ, അതൊന്നുമല്ല. ആ നോട്ടില് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ. അയ്യോ, കാണുന്നില്ലല്ലോ. ആ, അത് ഞാനൊരു മീൻകാരന് കൊടുത്തു. ഏത് മീൻകാരൻ? അയാളുടെ പേരറിയോ? പേരും നാളും ചോദിച്ചിട്ടാണോ മോനെ നമ്മൾ മീൻ വാങ്ങുന്നത്? ആ പോകുന്ന ആളാ. വളരെ ഉപകാരം. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കണേ? ഇക്കായ ഒന്ന് പരിചയപ്പെടണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ഇക്ക, പച്ച സാരി കൊടുത്ത ഒരു ചേച്ചി ഇക്കാനെ ഇപ്പൊ അയക്കുറ മീൻ വാങ്ങിച്ചില്ലേ? മീനിന്റെ എന്ത് പറ്റി? നല്ല ബെസ്റ്റ് മീനാ നമ്മൾ കൊടുത്തത്. പിന്നെ വിറ്റമീൻ നമ്മൾ തിരിച്ചെടുക്കൂല. അയ്യോ, മീനൊന്നും കുഴപ്പമില്ല. ആ ചേച്ചി ഇക്കാക്കി എന്ന കാശ് ഇങ്ങ് തിരിച്ചു തരണം. എന്ത് കാശ് തിരിച്ചു തരാനാ? മുഴുവൻ കാശല്ല, അതിലൊരു 10ന്റെ നോട്ട് ഉണ്ടായിരുന്നു. അതിങ്ങ് തന്നാൽ പകരം ഞാൻ വേറെ നോട്ട് തരാം. ആ നോട്ടിന് എന്താ കൂടുതൽ വില ഉണ്ടാ? അയ്യോ, അതൊന്നും അല്ല ഇക്ക. ആ നോട്ടില് ഞാനൊരു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടോ? ഇതിലില്ലല്ലോ. നോട്ടില്ലേ? എന്നാ മുറുക്കാങ്ങളക്കാരന് കൊടുത്ത നോട്ട് അതായിരിക്കും. അയ്യോ, ഏത് മുറുക്കാങ്കരക്കാരൻ? ചേട്ടാ, എത്രയും പെട്ടെന്ന് ഒരു നാരങ്ങ വെള്ളം എടുത്തേ. അയ്യോ, 50ന്റെ 100ന്റെ ഇല്ലേ? ഉണ്ടല്ലോ. ചില്ലറയില്ലെന്ന് ചോദിച്ചത്. എന്റെ ഇല്ല ചേട്ടാ. എന്തേലും ഇല്ല. ഉണ്ടായിരുന്ന കാശ് നുള്ളിപ്പിടിക്കാൻ ചുണ്ണാമ്പാരി കൊടുത്തു. മീൻകാരൻ ഹസനിക്ക് ബീഡി വാങ്ങിക്കാൻ തന്ന ആ 10ന്റെ നോട്ടും. എടോ, എല്ലാ നോട്ടെന്ന് പറഞ്ഞില്ലേ? ഹസനിക്കാരൻ നോട്ടിന്റെ കൊമ്പണ്ട. എന്നിട്ട് ആ ചുണ്ണാമ്പുകാരി എങ്ങോട്ട് പോയി? എനിക്കങ്ങനെ അറിയാം. ഞാൻ അവരുടെ കെട്ടിയാനൊന്നുമല്ല. എന്നാലും അവരെവിടെയൊക്കെ പോകാൻ സാധ്യത ഉണ്ടെന്ന് ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ.
അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ. എന്ത്? കാമാക്ഷിയായിട്ടുള്ള ബന്ധം ഭാര്യ അറിഞ്ഞ പിന്നെ ഞാൻ അവിടെ പോവാറില്ലെന്ന്. അത് ശരി. എന്നാൽ ഇനി ഒരു സത്യം പറയട്ടെ അളിയ. അളിയനാ? അളിയൻ കാമാക്ഷി ചേച്ചിയുടെ വകയിലൊരു അനിയനാ ഞാൻ. തന്നെടേ. ചേച്ചി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എങ്ങോട്ട് പോയി അളിയ? ചേച്ചി ചേച്ചി കാമാക്ഷി ചേച്ചി അല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? ഇതെന്ത് ചോദ്യമാണ് ചേച്ചി? ചേച്ചി ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? എന്റെ അപ്പൻ ജീവിതകാലം മുഴുവൻ നിന്നത് ചേച്ചിയുടെ ചുണ്ണാമ്പല്ലേ. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് കയറിയാട്ടെ. വേണ്ട വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി ഞാൻ മുറുക്കാൻ കിടക്കാരൻ പുഷ്പാങ്കൻ ചേട്ടന്റെ വകയിലൊരു അനിയനാ. ചേട്ടൻ എല്ലാം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ശരി, ഇത് ആദ്യം എന്നോട് പറയണ്ടേ? അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റിയ അത് കാര്യമല്ല. ശരി, മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതിയോ? ഇതൊന്ന് പിടിച്ചേ. പുഷ്പാങ്കൻ ചേട്ടൻ തന്നെ കാശ് മുഴുവൻ ഭദ്രമായിട്ട് കയ്യിൽ തന്നെ ഉണ്ടല്ലോ ചേച്ചി. ഉണ്ട്. എന്താ ചോദിച്ചത്? അല്ല, ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോന്ന് അറിയാനാ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനോ മറ്റോ? ഒരു ടിന് പൗഡർ വാങ്ങാൻ കടയിലോട്ട് പോകുമ്പോഴല്ലേ കുട്ടൻ വന്നത്? അതാരാ കുട്ടൻ? ഓ, കൊച്ചു കള്ളൻ. ഞാൻ കുട്ടാന്നോ അല്ലെങ്കിൽ മോനേന്നോ വിളിക്കൂ. എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ. ആ ഉണ്ട കണ്ണുകൊണ്ടുള്ള നോട്ടവും ചിരിയും തലവെട്ടിക്കലും എല്ലാം പുഷ്പാങ്കത ചേട്ടനെ പോലെ തന്നെ. ചോറിന് എന്ത് കൂട്ടാ ഞാൻ ഇഷ്ടം? മുതളങ്ങ തോരൻ. എന്താ ചോദിച്ചത്? രാത്രിയിലത്തെ ഊണിനാ. കുട്ടനെ ഇനി രാവിലെ ഞാൻ വിടൂ. അയ്യോ, അത് ഇന്ന് വേണ്ട, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. അത് പറ്റില്ല, ഇന്നും വരണം അന്നും വരണം. എന്താടാ റോട്ടിൽ കൂടെ ഓണടിച്ചു പോയിക്കൂടെ? കുട്ടന് കോഴിക്കറിയാണോ വറുത്ത കാലാണോ ഇഷ്ടം? ഞാനേ ആദ്യണ്ണനെ കണ്ടിട്ട് ഇപ്പൊ വരാം. എന്താണ് താമസിച്ചത്? കൈ കിട്ടണ്ടേ അണ്ണാ? വരട്ടെ അണ്ണാ. കുട്ടൻ ഇത് എവിടെ? ഇത് പിടിച്ചോ, സ്റ്റാർട്ട് ആവുമെന്ന് നോക്കട്ടെ. ഞാൻ വിട്ടില്ല. തോൽക്കുമെന്നായപ്പോൾ അവൻ കത്തിയെടുത്തു. അറ്റ കൈക്ക് ഞാൻ ജഡിത കർബല കടകം പ്രയോഗിച്ചു. അതെന്താ? എടാ, ആ വണ്ടി ഒന്ന് നിർത്തണേ. ഏടാ മണ്ട, ഇത് കളരിയിലെ 64ാമത്തെ പ്രയോഗമാണ്. തറയിൽ അമർന്നിരുന്ന് എഴുന്നേറ്റ് 6 അടി പൊക്കത്തിൽ ചാടി എതിരാളിയുടെ നെഞ്ചിൽ ചവിട്ടുക. ചവിട്ടുകൊണ്ട എതിരാളി വീഴും, അല്ലെങ്കിൽ നമ്മൾ വീഴും. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? ഒരു ദിവസം എനിക്ക് 2 പേരെങ്കിലും ഇടിക്കണം, അല്ലെങ്കിൽ മുതലാവില്ല. അത് വല്ലാത്ത സുഖേടാണല്ലോ. ഇന്നത്തെ കോൺട്രാക്ട് എനിക്ക് ഇവിടെ എവിടെയോ ആണ്. കാശൽപ്പം കുറവാ, അതിന് തല്ലിയേക്കാന്ന് വിചാരിച്ചു. നിർത്ത് വണ്ടി എത്രയായി? അയ്യോ, അലിയണ്ണന്റെ കാശ് വാങ്ങാനും കൊള്ള. അലിയണ്ണൻ തെറ്റിദ്ധരിച്ചിരിക്ക. ഞാൻ അലിയണ്ണന്റെ ഒരു ശിഷ്യനാ. ശിഷ്യനോ? എപ്പോഴാ ഞാൻ നിന്നെ കളരി പഠിപ്പിച്ചത്? നേരിട്ട് പഠിപ്പിച്ചിട്ടില്ല. അലിയണ്ണന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ ദിവസവും നിലവിളക്ക് കത്തിച്ചു വെച്ച് കളരി പഠിച്ച ഒരു ഏകലവ്യനാണ് ഞാൻ. അനുഗ്രഹിച്ചാലും. അത് ശരി, ഏകവല്യൻ എന്നാണല്ലോ നിന്റെ പേര്? അതെ. അല്ല, അതെ. പിന്നെന്തിനാണ് നീ ഓതിരം കടകം ചാടി വന്നത്? അത് പിന്നെ ഇന്നു മുതല് അണ്ണന്റെ അടുത്ത് നിന്ന് നേരിട്ട് കളരി അഭ്യസിക്കാലോ എന്ന് കരുതിയാ. മാത്രമല്ല, എനിക്കൊരു 100 രൂപയുടെ ചില്ലറയും വേണമായിരുന്നേ. ഈ പറഞ്ഞ 2 കാര്യവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങൾ ഉണ്ടാകുന്ന അലിയണ്ണ. പ്രത്യേകിച്ചും വലിയ ആൾക്കാരുമായിട്ട് അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ബാക്കി കൊടുക്കാനുള്ളതാ. ഏകശല്യൻ ശിഷ്യനാളത്ര ശരിയല്ലല്ലോ. അയ്യോ, ഞാനൊരു നെല്ലിക്ക പോലെയാണെന്ന് അപ്പുക്കിട്ട സാർ എപ്പോഴും പറയാറുള്ളത്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ആള് പാവാ. ചില്ലറ ഒരു 20 രൂപ കുറവുണ്ടല്ലോ. ആ 20 രൂപ എന്റെ ദക്ഷിണായിട്ട് എടുത്തട്ടെ. എന്നെ അനുഗ്രഹിക്കണം. ആരെയും ശല്യം ചെയ്യാതെ പോയിട്ടു. അണ്ണനെ ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ ഈ 10ന്റെ നോട്ടും. ബാബു, ഇന്നെ ഇനി അന്വേഷിക്കാൻ സ്ഥലമില്ല.
നോക്കൂ. ഓർമ്മിക്കാതാ 10ന്റെ നോട്ടെടുത്ത് ആർക്കെങ്കിലും കൊടുക്കരുത് പറയാൻ വേണ്ടി വന്ന. ആ 10ന്റെ നോട്ട് എന്നെ മിസ്സായി. അയ്യോ, ചതിച്ചു. പക്ഷേ അത് തിരിച്ചിട്ടി. ഇതുവരെ ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റില്ല. പോയി ഒഴിച്ചിട്ടുണ്ട്. മാർക്കറ്റിൽ ഇറങ്ങി ഒരു ചേച്ചി. എന്താ ഈ ഓട്ടക്കാരെല്ലാവരും കൂടെ മനുഷ്യ പിടിപ്പിക്കാൻ? ഞാൻ എന്താ വരുന്നേ, പോവല്ലേ. ഇവർക്ക് ചെവി കേട്ടൂടെ? എന്താണ് പ്രശ്നം? കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി മേലെ ഞാൻ നടു റോട്ടി പെടുക്കൂല. അതല്ലടാ, ഈ ഓട്ടോക്കാരെല്ലാം കൂടെ എന്താ പറഞ്ഞത്? ആ, അതൊരു 10 രൂപ നോട്ടിന്റെ പ്രശ്നം. 10 രൂപ നോട്ടോ? ആ, നമ്മുടെ ബാവുണ്ട് കിട്ടിയ 10 രൂപ. എന്റെ അണ്ണാ, അത് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേ. കോവലടേ, ഞാനും കൊണ്ടുണ്ട്. വരട്ടെ അണ്ണാ. ആ, വിട്ടോ അണ്ണനെ സ്റ്റാൻഡ് ചെയ്യേ. ശിഷ്യൻ ഗുരുവിനെ പാര വെച്ചോ? ഒരു ചായ കുടിച്ചതിന് ശേഷം ബാക്കി കാര്യത്തിൽ പൗണ, നല്ല പണിയാ കാണിച്ചത്. മൂത്രം ഒഴിക്കാൻ പോയി എന്നെ അവിടെ ആക്കിയിട്ട് വണ്ടി വിട്ടിഞ്ഞ് പോന്നല്ല. ഈ 1.5 ഔൺസ് ശരീരത്തിൽ ഇത്രയും മൂത്രോ? എന്നാരും പണിക്ക് പോയില്ലേ? പണി കൊടുക്കാം. പണി കൊടുക്കല്ല, ഹോളിഡേ. ഇന്ന് ഞങ്ങള് അവധി പ്രഖ്യാപിച്ചിരിക്കുക. അതിനെന്തെന്ന് എല്ലാവർക്കും കാശ് കൂടുതൽ കിട്ടിയോ? കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. ദാ, ഇത് കണ്ടോ, പടച്ചോൻ കഴിഞ്ഞാൽ ഇത് വെച്ച് സെയ്ദ്ഖാന്റെ കടയുടെ പേരിലുള്ള കടങ്ങളെല്ലാം ഞങ്ങൾ തീർത്തു തരും. കടയുടെ മുഖച്ഛായ തന്നെ മാറ്റും. സെയ്ദൂസ് ഫാമിലി റെസ്റ്റോറന്റ് എയർ കണ്ടീഷൻ. അല്ല, ഈ 10 റുപ്യ വെച്ചോ? ആ, നിങ്ങൾക്കൊക്കെ വട്ടു പിടിച്ചല്ല സേതുക്ക. നമ്മുടെ ഭാഗ്യം തെളിഞ്ഞി. ഇനി നമുക്ക് വെച്ചിട്ട് കയറ്റല്ലേ? അതെ, നിങ്ങൾക്കുള്ള ഗുളിക ഞാൻ വാങ്ങി കൊടുത്തേക്കാം. ഞാൻ കടയിലേക്ക് പോവാ. അല്ല. ആരടാ ഈ ഓട്ടബാബു? എടാ, കള്ളം പറയുന്ന ശിഷ്യന്മാരുടെ തലവെട്ടുന്നതിൽ തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. എന്നാ നിന്റെ തലയും കാണിക്കും. ഈ അലിയണന്റെ ഓരോ തമാശകളെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് കിങ് കോങ് അലിയൻ. നല്ല സത്തല്ലേ. ഞാൻ തന്ന 10 രൂപ നോട്ടെല്ലാം എടുക്കും. എന്തിനാ അലിയണ്ണ? എടാ, അതിലെ ഒരു നോട്ടിന് ലക്ഷങ്ങളുടെ വിലയുണ്ടെന്ന് എനിക്കറിയാം. കള്ളം, പച്ചക്കള്ളം അല്ലേ? എടാ, ഇവൻ പറഞ്ഞതോ അതോ നീ പറഞ്ഞതോ സത്യം? ഞാൻ പറഞ്ഞത് അലിയണ്ണ സത്യം. 10 രൂപ കൊടുത്ത ലക്ഷങ്ങൾ കിട്ടും. എന്താ ഇവിടെ ഒരു ബഹളം? അതാരും അലിയോ? ചേർക്ക. അല്ല, ഇതാര്? എവിടെ ഇത്ര കാലം? ബോംബേല്. ബോംബെയിൽ എവിടെ? പച്ചാളത്ത്. പട്ടാളത്തോട് ബോംബെ. ഞാൻ വെറുതെ വിടൂലടാ. എവിടെടാ ലക്ഷം? ലോട്ടറി അടിച്ചു. അടിച്ചില്ല, പക്ഷെ അടിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവർക്കും ഷെയർ ഉണ്ടാവും. അലിയണ്ണന് സ്പെഷ്യൽ ഷെയർ കൊടുക്കോ? അപ്പോ ഓഹരി കിട്ടുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നീ എന്താടാ പൊറോട്ടയ്ക്ക് മാവ് കുഴക്കുന്നു? ചപ്പാത്തി. ആ, ഒരു ലക്ഷാധിപതിയുടെ ഭാര്യയാകുന്നതിൽ സുധയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ രാജു എന്ത് ചെയ്യും? ആ ലക്ഷാധിപതി ഏ, ചുമ്മാ തമാശ പറയാതെ രാജു. അയ്യോ, സത്യമായിട്ടും നോക്ക്, ഇത് ഓട്ടോറിക്ഷയുടെ ഗീറിടേണ്ട കൈകളല്ല. ഫോർഡിന്റെയോ മിറ്റ്സുബിഷിയുടെയോ ലാൻസറിന്റെയോ വളയം പിടിക്കേണ്ട കൈയാണ്. ഒരു കാര്യം മാത്രം സുധ മനസ്സിലാക്കിയാൽ മതി. ഓട്ടോ ഡ്രൈവർ കൃഷ്ണനല്ല സുധയുടെ കാര്യത്തിൽ താലി കെട്ടണത്. ഈ ഞാനാ ലക്ഷപ്രഭു രാജു. ലക്ഷങ്ങളൊന്ന് കയ്യിലേക്ക് വന്നോട്ടെ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാം. ഭാഗ്യം മൊബൈൽ ഫോണിന്റെ രൂപത്തിലാണ് അവതരിച്ചത്. മൊബൈൽ ഫോൺ എടുക്കുന്നവർക്കൊക്കെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന് വായിച്ചു. ലക്ഷങ്ങൾ സർക്കാർ ഇങ്ങോട്ട് തരുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഛേ, ഇത് സർക്കാർ തരുന്നൊന്നുമല്ല. ഞങ്ങളിൽ ചില ഓട്ടോക്കാർക്ക് ലക്ഷപ്രഭു ആകാനുള്ള വഴി ബാബു തുറന്നു തന്നിരിക്കുക. അതെങ്ങനെ? ഒക്കെ രഹസ്യമാ. എല്ലാം വിശദമായി പിന്നെ പറയാം. ഒരു കാര്യം മാത്രം സുധ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. എന്നും ഓട്ടോ ഡ്രൈവറായി നടക്കാൻ വിധിക്കപ്പെട്ട ആ രാജു അല്ല സുധയുടെ കഴുത്തിൽ താലിയാർന്നത്. മറിച്ച് ഓട്ടോറിക്ഷ മാനുഫാക്ചറിംഗ് കമ്പനി മുതലാളിയും കോടീശ്വരമായി കൃഷ്ണനായിരിക്കും. പകൽ സ്വപ്നം ഫലിക്കില്ലെന്നാ പറയാ. അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. ഉമ്മ, ഞങ്ങൾ പരമാവധി പറഞ്ഞു നോക്കി. കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞിട്ട് മതി കല്യാണെന്ന് ഇവൻ ഒരേ പിടിവാശി നിൽക്കല്ലേ? അതൊക്കെ എന്നെ കണ്ടുപഠിക്കുന്ന സീരെ. കല്യാണം കഴിഞ്ഞപ്പോഴാണ് എന്റെ കടങ്ങളൊക്കെ തീർന്നത്. അമ്മായിയപ്പന് പണം ഉണ്ടെങ്കിൽ കല്യാണം സുഖമുള്ള ഒരു ഏർപ്പാടാ. അതെങ്ങനെ? സ്ത്രീധനം വാങ്ങൂലെന്നല്ലേ അവൻ പറയണത്? ഓൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഓൻ എന്റെ മോനാ. ഓൻ കെട്ടുന്ന പെണ്ണിനെ പോറ്റാനുള്ള കഴിവും ആരോഗ്യം പടച്ചോൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇല്ലേ, നിങ്ങളുടെ സംസാരം കേട്ടതൊന്നും നാളെ രാവിലെ നിക്കാ കാണുന്നു. യോ,
നാളെ രാവിലെ നടക്കൂല. അറേഞ്ച്മെന്റ്സ് തന്നെ വേണം 2 ദിവസം. തന്നെ താനം കെട്ടിക്കൊണ്ടാ മതി. അതെ, ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് നടത്തേണ്ടതല്ല കല്യാണം. വേണ്ടടാ, നീ കെട്ടണ്ട. ഇങ്ങനെ 24 മണിക്കൂർ നാട് ചുറ്റി അങ്ങ് നടന്നോ. അപ്പോഴേക്കും പിണങ്ങി ഉമ്മ. ആ പിണങ്ങി വിഷമുണ്ടറ. ബാബു, പപ്പ, ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കതിന് സന്തോഷമായല്ലോ. അപ്പൊ ഒരു നല്ല കോഴി ബിരിയാണി. ഓക്കെ. ആ പെണ്ണ് കാണാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഞാനും എന്റെ ഫാമിലി, ഓട്ടോ ബ്രദേഴ്സ്, ബാപ്പ, ഉമ്മ, നസീർ, പിന്നെ രാധ. രാധയാ? ആ. അതാരാ? അത് അങ്ങനെ ആരുമില്ല, ആരുമില്ല. നേരാടാ മോനെ. ചുമ്മാ പറയുന്ന ഉമ്മ. അതെ, എന്നാ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. നല്ലൊരു ദിവസം നോക്കി വരട്ടേക്ക, സമയമാകുമ്പോ ഞാൻ പറയാം. സാറ് വിളിക്കുന്നു. എന്താ സർ? വേഗം കയറ്. ആ സാർ, എന്റെ കൂട്ടുകാരാ, ബാബു പപ്പൻ. ഇത് കമ്പനിയുടെ ബോംബെ ബ്രാഞ്ച് മാനേജരാ. ജെറോമച്ചൻ എന്നെ വിട്ടുപോയതിനു ശേഷം ഒരു വലിയ ശൂന്യതയായിരുന്നു. അത് മാറ്റിയെടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ കൂട്ടുകാരാണ്. പിന്നെ ജീവിതത്തിനൊരു പുതിയ പ്രതീക്ഷ തന്നത് താനും. തന്റെ പ്രശ്നങ്ങളെല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും എങ്ങനെയെന്ന് ഒരെത്തുംപിടി എനിക്കുണ്ടായിരുന്നില്ല. ഇപ്പോ ഈശ്വരൻ മൊബൈൽ ഫോണിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാത്തിനും ഒരു പോംവഴി കാണിച്ചു തന്നിരിക്കുക. എന്തോ എനിക്കിപ്പോഴും ആശ്വസിക്കാനും സന്തോഷിക്കാനും കഴിയുന്നില്ല. എല്ലാരും കൂടുതൽ അപകടത്തിലേക്ക് എടുത്തു ചാടുകയാണെന്നൊരു തോന്നൽ. ജീവിതത്തിൽ അല്പമൊക്കെ റിസ്ക് എടുത്തിട്ടുള്ളവരെ എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. നമുക്ക് കിട്ടിയ അവസാനത്തെ ചാൻസാ ഇത്. അങ്ങനെ അങ്ങ് നഷ്ടപ്പെടുത്തണോ? അവസാനം പെട്ടു അല്ലേ? നിന്നെ മാത്രമാണ് എന്റെ കൈ കിട്ടാനുണ്ടായിരുന്നത്. RC ബുക്കും ഡോക്യുമെന്റ്സ് എല്ലാം എടുക്ക്. ഈ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നിട്ട് അത്യാവശ്യമായിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകാണ് സാർ. എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ സാറിനെ തരാം. സാർ വെരിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഞാൻ സൗകര്യം പോലെ ഒന്ന് വാങ്ങിച്ചോളാം. ഓഹോ, പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളതിന്റെ അഹങ്കാരമല്ലേ? വേണമെങ്കിൽ ഓട്ടോയിൽ നിന്ന് അമിതമായി പുക വരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നിന്റെ കയ്യിൽ നിന്ന് ഫൈൻ അടിക്കാനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്, അറിയാമോ? അല്ലെങ്കിലും കുറ്റം കണ്ടിട്ടല്ലല്ലോ നിങ്ങൾ ഞങ്ങളെ ഫൈൻ അടിക്കുന്നത്. ഫൈൻ അടിക്കാൻ വേണ്ടി കുറ്റം കണ്ടുപിടിക്കല്ലേ. കൂടുതൽ നേതാവ് വിളിക്കണ്ട. എത്ര ഉണ്ടാ? അയ്യോ, ഓട്ടം തുടങ്ങിയിട്ടുള്ളൂ സാർ. അടങ്ങി നില്ല. ഇതെന്താ? അത് മൊബൈൽ ഫോൺ. ആരുടേത്? എന്റെ. ഒരു SI ക്കില്ലാത്ത മൊബൈൽ ഫോൺ ഒരു ഓട്ടോ ഡ്രൈവർക്കോ? തൽക്കാലം ഇതിന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ സാർ, വേണമെങ്കിൽ എന്നെ ഫൈൻ ചെയ്തോണം. പക്ഷേ ഈ ഫോൺ എനിക്ക് വേണം. എനിക്ക് തരില്ല. തരുന്നില്ല എന്ന് പറഞ്ഞാൽ തരുന്നില്ല. അയ്യോ സാർ. വിടറാ. അയ്യോ സാർ, ജീവിതം. വിടറാ.